റേറ്റ് വരുന്നത് 275 ചോദ്യം. 275. ഷിയാസ് എങ്ങനെയാണ്? സിയാസ് 2015 മോഡൽ. 2015 മോഡൽ ഡീസലാണ് വരുന്നത്. ഡീസലാണ്. എങ്ങനെയാണ് റേറ്റ് വരുന്നത്? റേറ്റ് വരുന്നത് 120. 120 കുറയില്ലേ? അതെ അതെ തീർച്ചയായും. 120 സ്വിഫ്റ്റ് 2017 മോഡൽ. 2017 സ്വിഫ്റ്റ് ആണ്. 70-ലേറെ വണ്ടികൾ, ഏകദേശം 1 ലക്ഷം രൂപ വണ്ടികൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? ഞാനിപ്പോൾ നമ്മുടെ ഇൻഡസ് മോട്ടോഴ്സിന് ട്രൂ വാല്യൂണ്ട്, നമ്മുടെ കോഴിക്കോടുള്ള ഷിഹാൽ നമ്മളെ കൂടെ ഉണ്ട്. ഓഫർ ഉണ്ടോ? അതെ തീർച്ചയായും. എന്താ നമുക്ക് ഓഫർ ഉള്ളത്? നമുക്കൊരു 6000 രൂപയുടെ ആക്സറീസ് കോംബോ കിറ്റ് 4000 രൂപയ്ക്ക് കസ്റ്റമർ 4000 രൂപ കൊടുക്കാം. എല്ലാം നമുക്ക് കാർ നമ്മൾ എങ്ങനെയാണ് ഓഫീസ് മാക്സിമം ഡിസ്കൗണ്ട് ആക്കിയിട്ട് കസ്റ്റമർക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവില്ലേ? ആദ്യം ഞാൻ പറയാണ്, ഇവര് കേൾക്കണ്ട. അതായത് എന്തായാലും റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും. കാരണം വെച്ചാൽ അറിയാലോ, ട്രൂവാലിന്റെ വണ്ടിയാണ്, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. എന്നാലും സർവീസ് ഒക്കെ കഴിഞ്ഞ് വരുന്നതിനോട് ചെറിയ റേറ്റ് ഉണ്ടാവും. മാക്സിമം നെഗോഷിയേറ്റ് ചെയ്യാൻ നോക്കുക. ഇങ്ങനെ വണ്ടികൾ എടുക്കുക. നല്ല കുറെ വണ്ടികളുണ്ട് അല്ലേ? എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? അതെ അതെ. ഈ ആദ്യം നമുക്ക് ആൾട്ടോ തുടങ്ങാം. ആൾട്ടോ മോഡൽ ആൾട്ടോ 2015 മോഡൽ LX ആണ് വരുന്നത്. വേരിയന്റ് 2015 LX. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയുന്ന വണ്ടി? 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 45,000 കിലോമീറ്റർ ആൾട്ടോ കേട്ടോ. എങ്ങനെയാ നമുക്ക് റേറ്റ് വരുന്നത്? ഇത് 240 ആണ് ചോദിക്കുന്നത്. 240 അല്ലേ? നല്ല വണ്ടിയാണ്, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 240 കേട്ടോ ആൾട്ടോക്ക് വരുന്ന റേറ്റ്. റേറ്റ് നമുക്ക് എന്താ അടിച്ച് ഉണ്ടാവോ? നോക്കി ചെയ്തു ചെയ്യാല്ലേ? ഓ, അപ്പൊ റേറ്റ് നെഗോഷ്യബിൾ ആണെന്ന് പറയാം. അതെ അതെ. അപ്പൊ റേറ്റ് നെഗോഷ്യബിൾ ആണ്. അടുത്തോ? ഇത് 2022 മോഡൽ VX ആണ്. 2022 VX 2022 VX ആണ്. കേൽപാന്നിന് വരുന്ന വണ്ടിയാണ്. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഓണർഷിപ്പ് സിംഗിൾ ആണ് വരുന്നത്. സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. അതെ. ഇന്റീരിയറൊക്കെ നല്ല നീറ്റാണ് വണ്ടി. എങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഇത് 4 രൂപയാണ് ചോദിക്കുന്നത്. 4 ലക്ഷം രൂപ അല്ലേ? 4 ലക്ഷം രൂപ ചോദിക്കും. 4 ലക്ഷം രൂപയാണ്. വണ്ടി അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. 1 ഇയർ വാറണ്ടി കിട്ടുന്ന വണ്ടിയാണ്. 1 ഇയർ വാറണ്ടി കിട്ടുന്ന വണ്ടിയാണ്. ടയേഴ്സ് ഒക്കെ ആണെങ്കിലുണ്ട്. 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപ. ഇപ്പൊ റേറ്റ് നെഗോഷ്യബിൾ ആണ്. ഞാനിപ്പോ നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ വന്നുള്ള റേറ്റ് ആണ് പറയുന്നത്. ബാക്കി വന്ന് സംസാരിക്കുക. അതുപോലെ തന്നെ ഇതെല്ലാം ചെക്കിങ് കഴിഞ്ഞുള്ള വണ്ടിയാണ്. വണ്ടികളെല്ലാം ചെക്കിങ് കഴിഞ്ഞുള്ള വണ്ടിയാണ്. എന്നാലും ഞാൻ അവരെ മുന്നിൽ തന്നെ പറയാണ്, നമ്മൾ എടുക്കുന്നേരം വണ്ടി ആരെക്കൊണ്ടും ചെക്ക് ചെയ്തിരിക്കുക. എന്തൊക്കെയാണെങ്കിലും യൂസർ വണ്ടിയാണ്. കസ്റ്റമർ ഒരു വിശ്വാസത്തിന് വേണ്ടി നമുക്ക് ചെക്ക് ചെയ്തിരിക്കുക, എന്തെങ്കിലും എടുക്കുക. കാരണം ഒരുപാട് വണ്ടികളുണ്ട്. എന്നാലും നമുക്ക് ബാക്കി നോക്കാം. എങ്ങനെയാണ് വാഗണർ? എങ്ങനെയാണ്? 2013 മോഡൽ LX ആണ് വരുന്നത്. 2013 LX. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത് അല്ലേ? വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒന്നും റീപ്ലേസ്മെന്റ് ഇല്ല. ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. ഒന്നും വരുന്നില്ല. നമുക്ക് എങ്ങനെ റേറ്റ് വരുന്നത്? ഇത് റേറ്റ് വരുന്നത് 320 ആണ് ചോദിക്കുന്നത്. 320 അല്ലേ? 320 കേട്ടോ. അടുത്ത സെലേറിയോ 2017 മോഡൽ. 2017 സെലേറിയോ. അതെ. VX ആണ് ഓപ്ഷൻ. VX ആണ് അല്ലേ? VX ആണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത്. കിലോമീറ്റർ എങ്ങനെയാണ്? കിലോമീറ്റർ 70,000 കിലോമീറ്റർ. 70,000 അല്ലേ? അപ്പൊ 70,000 കിലോമീറ്റർ VX സെലേറിയോ കേട്ടോ. കേൽപ്പാണ്ട് വണ്ടിയാണ്. അതേമാതിരി ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നീറ്റ് വണ്ടിയാണ്. അതെ. എങ്ങനെ നമ്മളെ റേറ്റ്? റേറ്റ് വരുന്നത് 360 ആണ് ചോദിക്കുന്നത്. 360 കേട്ടോ. 3 ലക്ഷം. നല്ല നീറ്റാണ് വണ്ടി കേട്ടോ. ബാക്കി റേറ്റിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്യുക. ഞാൻ വെറുതെ പറഞ്ഞ കാര്യമില്ല. അപ്പോൾ ഡീൽ ചെയ്യുമ്പോൾ നോക്കി ചെയ്ത് കൊടുക്കാം. ഡിസ്കൗണ്ട് ചെയ്ത് കേട്ടോ. അടുത്ത നമുക്ക് ഇത് 2022 മോഡൽ എക്സ്പ്രസോ ആണ്. 2022 മോഡൽ VX ആണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർ വണ്ടി അല്ലേ? സിംഗിൾ ഓണർ വണ്ടി. 7,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 7,000 കിലോമീറ്റർ ഓടി എക്സ്പ്രസോ. ഇതിൽ എക്സ്റ്റൻഡ് വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വണ്ടിക്ക്. ടോട്ടൽ നമുക്ക് എത്ര കിട്ടും? നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടി ഒരു 5 വർഷം കിട്ടുമായിരിക്കും. അത് കൂടാതെ 1 ഇയർ ട്രൂ വാല്യൂ വാറണ്ടി കിട്ടും. 1 ഇയർ ട്രൂ വാല്യൂ വാറണ്ടി കിട്ടും. 3 സർവീസും ഫ്രീ ആയിരിക്കും. അത്യാവശ്യം വാറണ്ടി ഒക്കെ ഉള്ള നീറ്റ് എക്സ്പ്രസ് കേട്ടോ. ഇന്ത്യയിലെ കണ്ടേ നല്ല ഷോറൂം കണ്ടീഷൻ തന്നെ വണ്ടിയാണ്. നമ്മുടെ റേറ്റ് എങ്ങനെയായിരുന്നു? ഇതിന്റെ റേറ്റ് വരുന്നത് 470 ആണ്. 470,000 രൂപ അല്ലേ? അതെ. നെഗോഷ്യബിൾ അല്ലേ? റേറ്റ് നെഗോഷ്യബിൾ ആണ്. വണ്ടി വന്ന് കണ്ട് ചെക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ റേറ്റ് നെഗോഷിയേറ്റ് എടുക്കാം കേട്ടോ. അടുത്ത എക്സ്പ്രസോ എങ്ങനെയാണ്? ഇത് 2021 മോഡൽ. 2021 എക്സ്പ്രസ് മോഡൽ VX പ്ലസ് ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ ആണ് വണ്ടി. എത്ര കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടി? 26,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 26,000 കിലോമീറ്റർ കേട്ടോ. അത്യാവശ്യം നീറ്റാണ് വണ്ടി അല്ലേ? അതെ. ഇന്ത്യയിൽ കണ്ട നല്ല നീറ്റാണ്. ഇനിയും പോളിഷും കാര്യങ്ങളെല്ലാം വരാനുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ അല്ലേ? ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് RC ആണ്. സെക്കൻഡ് RC ആണ്. സെക്കൻഡ് RC വരുന്ന വണ്ടിയാണ്.
റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ആക്സിഡന്റ് അങ്ങനെ കാര്യങ്ങളൊന്നും വരുന്നില്ല. 1 ഇയർ ട്രൂ വാല്യൂ വാറണ്ടി, 3 സർവീസ് ഉണ്ടായി. 1 ഇയർ വാറണ്ടി ഉണ്ടാവും അല്ലേ? നമ്മുടെ റേറ്റ് എങ്ങനെയാണ്? റേറ്റ് 460 വരുന്നത്. 4,60,000 കേട്ടോ വണ്ടിക്ക്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. അടുത്ത വണ്ടി അടുത്ത 2020 മോഡൽ എക്സ്പ്രസ് VXC ആണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി അല്ലേ? VXC ആണ്. അതെ. എത്ര കിലോമീറ്റർ ഓടിക്കുന്നു? 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. നീറ്റാണ് വണ്ടി. നമ്മുടെ റേറ്റ് എങ്ങനെയാണ്? നമ്മുടെ റേറ്റ് വരുന്നത് 455 ചോദിക്കുന്നത്. 4,55,000 കേട്ടോ. അതെ. അടുത്ത് ഇതും സെയിം 2020 മോഡൽ 2020 എക്സ്പ്രസോ VXC ആണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിലാണ് ഇത് വരുന്നത്. കിലോമീറ്റർ എങ്ങനെയാണ്? കിലോമീറ്റർ 40,000 കിലോമീറ്റർ ഓടി. 40,000 കിലോമീറ്റർ ഓടി വണ്ടി. എങ്ങനെ നമ്മുടെ റേറ്റ് വരുന്നത്? 4.5 ലക്ഷമാണ് ചോദിക്കുന്നത്. 4.50 കേട്ടോ. ഐറ്റം ഏതാ മോഡല്? ഐറ്റം 2014 മോഡൽ. 2014 സ്പോർട്സ് ആണ് വേരിയന്റ്. 2014 സ്പോർട്സ് അല്ലേ? പെട്രോൾ അല്ലേ? ഫ്യൂല് പെട്രോൾ. ഓണർഷിപ്പ് സെക്കൻഡിലാണ് കിടക്കുന്നത്. സെക്കൻഡ് ഓണറിലാണ് കിടക്കുന്നത്. കിലോമീറ്റർ ഏകദേശം എത്ര ഓടിയുണ്ടാവും? നമുക്കൊരു 70,000 കിലോമീറ്റർ 70,000 കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നത്. റേറ്റ് എങ്ങനെ വരുന്നത്? റേറ്റ് 3.40 ആണ് ചോദിക്കുന്നത്. 3,40,000. നെഗോഷ്യബിൾ അല്ലേ? റേറ്റ് നെഗോഷ്യബിൾ ആണ് റേറ്റ്. സ്ക്രാച്ച് ഒക്കെ റെഡി കൊടുക്കും. നമുക്ക് വൃത്തിയാക്കിയിട്ടാണ് കൊടുക്കുക. ചെറിയൊരു ഫ്രണ്ടിലുണ്ട്. അതെ. സ്വിഫ്റ്റ് വരുന്നത് 2019. ഏതാണ്? VXC ആണ് വേരിയന്റ് വരുന്നത്. VXC കേട്ടോ. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ് വണ്ടി. എത്ര കിലോമീറ്റർ ഏകദേശം ഓടി? 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 40,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയുള്ളൂ. അത്യാവശ്യം നീറ്റാട്ടോ വണ്ടി. നമ്മുടെ റേറ്റ് എങ്ങനെയാണ്? 6,25,000 ആണ് ചോദിക്കുന്നത്. 6,25,000. 6,25,000 കേട്ടോ സ്വിഫ്റ്റ്. ബലേനോ 2019 മോഡൽ. 2019 ബലേനോ. ഓപ്ഷൻ വരുന്നത് ഡെൽറ്റ ആണല്ലേ? ഫ്യൂല് പെട്രോൾ തന്നെ. എത്ര കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടി? ഇത് 60,000 കിലോമീറ്റർ. 60,000 കിലോമീറ്റർ. റീപ്ലേസോ കാര്യങ്ങളൊന്നും? റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് മാത്രമേ വരുന്നുള്ളൂ. ഫ്രണ്ട് ഗ്ലാസ് ഹിസ്റ്ററി ഉള്ളതാണ്. വേറെ മേജർ ആയിട്ട് കംപ്ലൈന്റ്സ് കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ റേറ്റ് എങ്ങനെയാണ്? റേറ്റ് വരുന്നത് 6.30 ആണ് ചോദ്യം. 6.30 കേട്ടോ. 6,30,000 കേട്ടോ. 58 വരുന്ന വണ്ടിയാണ്. അടുത്ത ബലേനോ ഓട്ടോമാറ്റിക്കിലാണ്. ഓട്ടോമാറ്റിക്. ഓപ്ഷൻ വരുന്നത് സീറ്റ് ആണ് ഓപ്ഷൻ. മോഡൽ ഏതായിരുന്നു? മോഡൽ 2017 മോഡൽ. 2017 കിലോമീറ്ററോ? കിലോമീറ്റർ 60,000 കിലോമീറ്റർ. 60,000 കിലോമീറ്റർ എടുത്ത് ഓടിക്കുന്നു. ഇന്റീരിയറൊക്കെ അത്യാവശ്യം നീറ്റാണ്. നമുക്ക് റേറ്റ് എങ്ങനെ വരുന്നത്? റേറ്റ് വരുന്നത് 6.30 ആണ് ചോദിക്കുന്നത്. 6,30,000 കേട്ടോ. അടുത്ത ഗ്ലാൻസ് ഓട്ടോമാറ്റിക്. ആണ്. ഏതാ ഇയർ? 2021 മോഡൽ. 2021 മോഡലാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ ആണ്. അതെ. എങ്ങനെയാണ് റേറ്റ് വരുന്നത്? റേറ്റ് വരുന്നത് 8,50,000 രൂപയാണ് ചോദിക്കുന്നത്. 8.50 ആണ് റേറ്റ്. നെഗോഷ്യബിൾ ആണ്. എത്ര കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടി? 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 30,000 കിലോമീറ്റർ ആകെ ഓടില്ലേ? 30,000 കിലോമീറ്റർ ആകെ ഓടില്ല വണ്ടി കേട്ടോ. അടുത്ത എസ്ക്രോസ് ആണ് വരുന്നത്. എസ്ക്രോസ് ഡീസലാണ്. ഡീസൽ എസ്ക്രോസ് 1.3 വരുന്നത്. 1.3 ഡീസലാണ്. മോഡൽ ഏതായിരുന്നു? 2018 മോഡൽ. 2018 സീറ്റ് ആണ് ഓപ്ഷൻ. 2018 സീറ്റ് കേട്ടോ. എങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഇത് 8,50,000 ആണ് ചോദ്യം. 8.50 അല്ലേ? അതെ. ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ജെന്യൂൻ കിലോമീറ്റർ ആണ്. 90,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പക്ക കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി. നല്ല നീറ്റ് ഷോറൂം കണ്ടീഷൻ വണ്ടി. അടുത്തത് സ്റ്റിംഗ് റേ. 2015 മോഡലാണ്. 2015 മോഡൽ. VXC ആണ് ഓപ്ഷൻ വരുന്നത്. കിലോമീറ്റർ എങ്ങനെയാണ്? കിലോമീറ്റർ 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 80,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നും വരുന്നില്ല.
ഓണർഷിപ്പ് സെക്കൻഡിലാണ്. സെക്കൻഡ് ഓണർ ആണ്. എങ്ങനെ നമ്മുടെ റേറ്റ് വരുന്നത്? റേറ്റ് വരുന്നത് 3.5 ചോദ്യം. 3.5 ലക്ഷം രൂപ കേട്ടോ. അതെ. ഷിയാസ് എങ്ങനെയാണ്? സിയാസ് 2015 മോഡൽ. 2015 മോഡൽ. ഡീസലാണ് വരുന്നത്. ഡീസലാണ്. വേരിയന്റ് ZDI ആണ്. ZDI ആണ്. ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ. എത്ര കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്? ഇത് 1.20 ഓടിയിട്ടുണ്ട്. 1.20 ഓടിക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് കിടക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം വരുന്നതാണ്. നമ്മുടെ റേറ്റ് എങ്ങനെയാണ്? റേറ്റ് വരുന്നത് 5.75 ആണ് ചോദിക്കുന്നത്. 5.75. ഇവര് ചോദിക്കുന്ന റേറ്റ് നോക്കണ്ട, വന്ന് നെഗോഷ്യ കേട്ടോ. പറ്റുന്ന മാതിരി നെഗോഷ്യ ചെയ്യാം. എങ്ങനെയാണെങ്കിലും അത് ഉണ്ടാവും. സിയാസ് ഡീസലാണ് വരുന്നത്. ഡീസൽ വേരിയന്റ് 2015 മോഡൽ VDI. 2015 VDI കേട്ടോ. എത്ര കിലോമീറ്റർ ഓടിക്കുന്നത്? ഇത് 70,000 കിലോമീറ്റർ ഓടിക്കും. 70,000 കിലോമീറ്റർ. നല്ല പക്ക നീറ്റ് വണ്ടി. കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നും വരുന്നില്ല. ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ്. അതെ. റേറ്റ് എങ്ങനെയാണ്? റേറ്റ് വരുന്നത് 5.80 ആണ് നമ്മൾ ചോദിക്കുന്നത്. 5,80,000 കേട്ടോ. സിയാസ് വരുന്നത് ഓട്ടോമാറ്റിക് ഹൈബ്രിഡിലാണ് വരുന്നത്. ഹൈബ്രിഡ് ആണ്. ഇപ്പൊ മൈലേജ് കുറച്ചുകൂടെ കൂടാൻ പറ്റുമോ? അതെ അതെ. എത്ര കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്? 45,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 45,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിളാണ് കിടന്നത്. ഏതാ മോഡൽ? ഏതാ കൊല്ലാണ്? 2018 മോഡൽ. 2018 40,000 കിലോമീറ്റർ ഓടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും വരുന്നില്ല. ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നല്ല നീറ്റാട്ടോ. ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. ആൽഫയാണ്. ഫുൾ ഓപ്ഷൻ ആൽഫയിലാണ് വരുന്നത്. നമ്മുടെ റേറ്റ് എങ്ങനെയാണ്? റേറ്റ് വരുന്നത് 8.60 ആണ് നമ്മൾ ചോദിക്കുന്നത്. 8,60,000. ഓട്ടോമാറ്റിക് ആണ്, അതുകൊണ്ടാണ്. കുറയൂലേ? അതെ. 8.60 ചോദിക്കുന്നത്. i20 കയറണല്ലോ. അതെ. i20 2020 മോഡൽ. 2020 i20 സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത്. എത്ര കിലോമീറ്റർ ഓടിക്കുന്നത്? 20,000 കിലോമീറ്റർ ഓടിക്കും. ആകെ 20,000 ഓടിക്കും. ആകെ 20,000 കിലോമീറ്റർ i20 കേട്ടോ. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. കേൽപ്പാന്ന് വരുന്ന വണ്ടിയാണ്. വേരിയന്റ് ഏതാണ്? വേരിയന്റ് സ്പോർട്സ് പ്ലസ് ആണ് വരുന്നത്. സ്പോർട്സ് പ്ലസ് കേട്ടോ. ഇന്ത്യയിലൊക്കെ പക്ക നീറ്റാണ്. ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. റീപ്ലേസോ ആക്സിഡന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. എങ്ങനെ നമുക്ക് റേറ്റ് വരുന്നത്? റേറ്റ് വരുന്നത് 6.85 ആണ് നമ്മൾ ചോദിക്കുന്നത്. 6,80,000. 6.85 കേട്ടോ. ആൾട്രോസ് എങ്ങനെയാണ്? ആൾട്രോസ് 2021 മോഡൽ. 2021 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് XZ ആണ്. XZ അല്ലേ? ഫ്യൂൽ വരുന്നത് പെട്രോളാണ്. എത്ര കിലോമീറ്റർ ഓടിക്കാൻ വേണ്ടി? ആകെ 30,000 കിലോമീറ്റർ ഓടിക്കും. 30,000 കിലോമീറ്റർ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. സിംഗിൾ ഓണർ വണ്ടി. നീറ്റ് വണ്ടിയാണ്. സിംഗിൾ ഓണറിൽ. അതേപോലെ തന്നെ നമുക്ക് വാറന്റി ഉണ്ടാവുമല്ലോ അല്ലേ? വാറന്റി വരുന്നില്ല. നമ്മുടെ റേറ്റ് എങ്ങനെയാണ്? റേറ്റ് വരുന്നത് 7,30,000 ആണ്. 7.30. നമുക്ക് ഇവിടെ എക്സ്ചേഞ്ച് ഉണ്ടോ? എക്സ്ചേഞ്ച് ഉണ്ട്. അതിന് നമുക്ക് അതർ ബാൻഡ് ഒക്കെ എക്സ്ചേഞ്ച് എടുക്കും. എല്ലാ വണ്ടിയും എക്സ്ചേഞ്ച് എടുക്കും. അതെ. അപ്പൊ എല്ലാവരും വണ്ടിയിലും എക്സ്ചേഞ്ച് എടുക്കുന്നതാണ്. അടുത്ത i20 തന്നെ. 2018 മോഡൽ. 2018 മോഡൽ അല്ലേ? ഓണർഷിപ്പ് എങ്ങനെയാണ്? സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഫുൾ ഓപ്ഷൻ ആണ്. ആസ്റ്റിയാണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ ആണ് വണ്ടി അല്ലേ? അതെ. 26,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 26,000 ആകെ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എങ്ങനെ നമുക്ക് റേറ്റ് വരുന്നത്? റേറ്റ് വരുന്നത് 6.20 ആണ് നമ്മൾ ചോദിക്കുന്നത്. 6,20,000 അല്ലേ? 6.20 കേട്ടോ. നല്ലൊരു i20. സ്വിഫ്റ്റ് 2017 മോഡൽ. 2017 ഷിഫ്റ്റ് അല്ലേ? സ്വിഫ്റ്റ് ആണ്. ZXE ആണ് ഓപ്ഷൻ വരുന്നത്. ZXE ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഓണർഷിപ്പ് സെക്കൻഡ്. ഇന്റീരിയലൊക്കെ നല്ല പക്കാ നീറ്റില്ലേ? വെറൈറ്റി ആണല്ലോ ഇന്റീരിയൽ. അതെ. വണ്ടി ഇന്നലെ എത്തിയിട്ടുള്ളൂ. ഒന്നുകൂടി വൃത്തിയാവാനുണ്ട് വണ്ടി. പോളിഷിംഗ് ആയാലും. എങ്ങനെയാ റേറ്റ് വരുന്നത്? റേറ്റ് വരുന്നത് 4.90 ആണ് നമ്മൾ ചോദിക്കുന്നത്. 4,90,000. റേറ്റ് ഒക്കെ എന്തെങ്കിലും കുറയോ? അതെ. 4.90 പേര് പറയുന്നത് നോക്കണ്ട, വന്ന് സംസാരിച്ചാല് കുറേ കിട്ടും. അത് KL 59 വണ്ടിയാണ്. ഇത് എത്ര കിലോമീറ്റർ നമ്മൾ പറഞ്ഞു? 1,18,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടി സർവീസ് ഒക്കെ കഴിഞ്ഞാലേ? വാഗനർ എങ്ങനെയാണ്? വാഗനർ 2011 മോഡൽ. 2011 വാഗനർ. കിലോമീറ്റർ 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 50,000 കിലോമീറ്റർ ഓടിക്കുന്നത്. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. സെക്കൻഡ് ഓണർ വണ്ടി. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. DXE ആണ് ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതെ. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നീറ്റാട്ടോ. എങ്ങനെയാണ് റേറ്റ് വരുന്നത്? റേറ്റ് വരുന്നത് 2.75 ആണ് ചോദ്യം. 2.75 ആണ് ചോദിക്കുന്നത് കേട്ടോ. ചോദിക്കുന്ന കേട്ടോ. ഇപ്പൊ റേറ്റ് എന്തായാലും നെഗോഷ്യബിൾ ആണ്. അടുത്ത വണ്ടി ഇത് 2014 വാഗനർ.
2014 വേഗം 14. എങ്ങനെയാണ് ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ് RC സെക്കൻഡ് RC ആണ്. KL 10 വരുന്ന വണ്ടി അല്ലേ? അതെ അതെ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. വേരിയന്റ് ആയിരുന്നു? വേരിയന്റ് VXC ആണ് വരുന്നത്. VXC ആണ്. ടയേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം. എങ്ങനെയാണ് നമ്മളെ റേറ്റ് വരുന്നത്? 345 ആണ് വില. 345. 3,45,000 രൂപ കേട്ടോ. അടുത്ത വാഗണർ. അടുത്ത 2015 മോഡൽ. 2015 വാഗണർ അല്ലേ? വാഗണർ VXC ആണ് വരുന്നത്. VXC തന്നെയാണ്. എത്ര കിലോമീറ്റർ ഓടിക്കാൻ വേണ്ടി? ഇത് 80,000 കിലോമീറ്റർ ഓടി. 80,000 കിലോമീറ്റർ ഓടിക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. സെക്കൻഡ് ഓണർ വരുന്നത് അല്ലേ? റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് അങ്ങനെ റീപ്ലേസ്മെന്റ് ഒന്നും വരുന്നില്ല. റേറ്റിംഗ് വരുന്നത് 370. 3,70,000 രൂപ. അടുത്ത വാഗണർ. അടുത്ത 2016 മോഡൽ വാഗണർ. 2016 വാഗണർ. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഓണർഷിപ്പ് സിംഗിൾ ആണ് വരുന്നത്. സിംഗിൾ ഓണർ വണ്ടി വരുന്നത്. LXC ആണ് ഓപ്ഷൻ വരുന്നത്. LXC അല്ലേ? LXC. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 90,000 കിലോമീറ്റർ ഓടി. 90,000 കിലോമീറ്റർ ഓടിക്കുന്നത്. റേറ്റ് എങ്ങനെ വരുന്നത്? റേറ്റ് 365 ആണ്. 3,60,000 രൂപ അല്ലേ? ഷിഫ്റ്റ് എങ്ങനെയാണ്? സ്വിഫ്റ്റ് 2019 മോഡൽ. 2019 ഷിഫ്റ്റ് അല്ലേ? സ്വിഫ്റ്റ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ ആണ്. കിലോമീറ്റർ ഏകദേശം എത്ര ഉണ്ടാവും? കിലോമീറ്റർ ഒരു 70 ആ റേഞ്ച് ഓടിയുണ്ട്. 70,000 കിലോമീറ്റർ ഓടിക്കുന്നത്. അതെ. അത്യാവശ്യം കണ്ടീഷൻ വണ്ടി അല്ലേ? അതെ അതെ. KL പാണ്ടിൽ വരുന്ന വണ്ടിയാണ്. എങ്ങനെ നമുക്ക് റേറ്റ് വരുന്നത്? റേറ്റ് വരുന്നത് 590 ആണ്. 5,90,000 രൂപ. 5,90 കേട്ടോ. അടുത്ത ഈ ഈക്കോ എങ്ങനെയാണ്? ഈക്കോ 2020 മോഡൽ. 2020 ഈക്കോ അല്ലേ? ഈക്കോ 5 സീറ്റർ AC. 5 സീറ്റർ AC ആണ്. 5 സീറ്റർ ആണ്. എട്ടായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 8,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ആകെ 8,000. മോഡൽ ആയിരുന്നു 2020 ആണ്. 2020. 8,000 കിലോമീറ്റർ ഈക്കോട്ടോ. KL പാണ്ടിൽ വരുന്ന വണ്ടിയാണ്. എങ്ങനെയാണ് റേറ്റ് വരുന്നത്? റേറ്റ് വരുന്നത് 470. 4,70,000 രൂപ. ഒരു AC വണ്ടി. അതെ അതെ. സ്വിഫ്റ്റ് എങ്ങനെയാണ്? സ്വിഫ്റ്റ് 2019 മോഡൽ. 2019 സ്വിഫ്റ്റ് ആണ്. LXC ആണ് വേരിയന്റ്. LXC ആണ്. എത്ര കിലോമീറ്റർ ഓടിക്കാൻ വണ്ടി? കിലോമീറ്റർ 70,000 കിലോമീറ്റർ. 70,000 കിലോമീറ്റർ. LXC ആണെങ്കിലും ഫുള്ള് കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. ഒക്കെ നല്ല നീറ്റ് ആക്കിയിട്ടില്ല. 2 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോ, പിന്നെ സീറ്റ് കവർ എല്ലാം ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സിംഗിൾ ആണ് വരുന്നത്. സിംഗിൾ ഓണർ ആയിരുന്നു. അതെ അതെ. റേറ്റ് കിലോമീറ്റർ പറഞ്ഞു നമ്മള്. കിലോമീറ്റർ 70,000 കിലോമീറ്റർ. 70,000 കിലോമീറ്റർ. റേറ്റ് എങ്ങനെ വരുന്നത്? 5,70,000 ആണ് ചോദ്യം. 5,70,000. 5,70,000. പിന്നെ വാറന്റി കാര്യങ്ങൾ കിട്ടുന്ന വണ്ടിയാണ്. വാറന്റി നമുക്ക് എങ്ങനെയാണ്? 6 മാസം വാറന്റി, 3 സർവീസ്. പിന്നെ ലോൺ കാര്യങ്ങൾ എങ്ങനെയാണ്? ലോൺ നമുക്ക് 80% വരെ മാക്സിമം കൊടുക്കും. 80% ലോൺ അല്ലേ? 80% ലോൺ ഉണ്ട് കേട്ടോ വണ്ടിക്ക്. അടുത്ത് ഓൾട്രോസ് 2023. 2023 മോഡൽ അല്ലേ? അതെ അതെ. 8,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആകെ 8,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടി. സെക്കൻഡ് RC. സെക്കൻഡ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. എന്താ അങ്ങനത്തെ? അത് നമ്മൾ ഇവിടുന്ന് തന്നെ കൊടുത്താണ്. ആണല്ലേ? സെക്കൻഡ് ഓണർ ആണ് വണ്ടി വരുന്നത്. കേൽപ്പാന്ന് വണ്ടി തന്നെ കേട്ടോ. ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന ടൈപ്പ്. സൺറൂഫ് ഒക്കെ വരുന്ന ടൈപ്പ് ആട്ടോ. ഷോറൂം കണ്ടീഷൻ തന്നെ പറയാൻ വേണ്ടി. അതെ അതെ. എങ്ങനെയാ റേറ്റ് വരുന്നത്? റേറ്റ് വരുന്നത് 820 ആണ് ചോദിക്കുന്നത്. 820 അല്ലേ? 8,20,000 രൂപ കേട്ടോ. അടുത്ത വെന്യൂ 2019 മോഡൽ. 2019 വെന്യൂ. പാണ്ടിൽ വരുന്ന വണ്ടിയാണ്. ഓട്ടോമാറ്റിക്കിലാണ്. ഓട്ടോമാറ്റിക് ആണ്. 1 ലിറ്റർ ടർബോ ആണ് വരുന്നത്. ഓട്ടോമാറ്റിക്കലി. എത്ര കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടി? 50,000 കിലോമീറ്റർ. 50,000. സൺറൂഫും വരുന്ന വേരിയന്റ് ആണ്. 50,000 കൊണ്ട് സൺറൂഫ് പ്ലസ് ആണ് വരുന്ന ഓപ്ഷൻ. റേറ്റ് എങ്ങനെയാണ് വരുന്നത്? ഇത് 920 ആണ് ചോദ്യം. 9,20,000 രൂപ അല്ലേ? 920 കേട്ടോ. ബ്രസ് എങ്ങനെയാണ്? ബ്രസ് ഓട്ടോമാറ്റിക് ആണ്. ബ്രസ് ഓട്ടോമാറ്റിക്. ഡീസൽ അല്ലേ? 2019 ആണ്. എത്ര കിലോമീറ്റർ ഓടിക്കുന്നത്? കിലോമീറ്റർ 43,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 43,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. ജെന്യൂൻ കിലോമീറ്റർ ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് കേട്ടോ വണ്ടി. ഓപ്ഷൻ വരുന്നത് VDI ആണ്. VDI അല്ലേ? എങ്ങനെയാ നമ്മളെ റേറ്റ് വരുന്നത്? റേറ്റ് വരുന്നത് 945 ആണ് നമ്മുടെ ചോദ്യം. 945. 9,40,000 രൂപ. ഇത് നമുക്ക് ലോൺ എങ്ങനെയാണ്? ലോൺ നമുക്ക് ഒരു 90% നല്ലൊരു കസ്റ്റമർ, സിവിൽ ഇല്ലാത്തൊരു കസ്റ്റമർ ആണ്. 90% 90% കയറല്ലേ? 90% ലോൺ വരുന്ന വണ്ടി കേട്ടോ. അടുത്തതോ? അടുത്ത 2016 മോഡൽ ഡീസലാണ്. മാനുവൽ. 2016 ഡീസൽ. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഓണർഷിപ്പ് സിംഗിൾ ആണ് വരുന്നത്. സിംഗിൾ. എത്ര കിലോമീറ്റർ ഏകദേശം ഓടി ഉണ്ടാവും? കിലോമീറ്റർ 80,000 കിലോമീറ്റർ ഓടി. 80,000 കിലോമീറ്റർ വണ്ടി അല്ലേ? എങ്ങനെയാ റേറ്റ് വരുന്നത്? റേറ്റ് വരുന്നത് 720 ആണ് ചോദ്യം. 7,20,000 അല്ലേ? ഇതൊക്കെ വാറന്റി ഉണ്ടാവില്ലേ? ഇത് വാറന്റി വരുന്നില്ല. KL 10 വണ്ടിയാണ്. അടുത്തതോ? അടുത്തതും 2016 മോഡൽ ഡീസൽ ബ്രസ.
2016 അല്ലേ? 16 ZDA ആണ് ഓപ്ഷൻ വരുന്നത്. ഫുള്ളിന്റെ തൊട്ട് താഴെ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത് വണ്ടിയാണ്. അതെ അതെ. കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, 50,000 കിലോമീറ്റർ ആകെ ഓടിയുള്ള വണ്ടി അല്ലേ? റേറ്റ് എങ്ങനെയായിരുന്നു? റേറ്റ് വരുന്നത് 780 ആണ്. 7,80,000. ഈ ഒമിനിയോ? ഒമിനി 2010 മോഡൽ. 2010 ഒമിനി. 10 ഒമിനി. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. കിലോമീറ്ററിന് അത്യാവശ്യം ഓടിനാവല്ലേ? അതെ അതെ. 10 ഒമിനിനൊന്നും അങ്ങനെ. പക്ഷെ വണ്ടി നീറ്റ് ആണല്ലേ? വണ്ടി ഒരു ആവറേജ്, റെസ്റ്റോ കാര്യങ്ങളൊന്നും ഇങ്ങനൊന്നും കാണുന്നില്ല. ഒറ്റ നോട്ടത്തില് നീറ്റാണ്. അതെ. എങ്ങനെയാ റേറ്റ് വരുന്നത്? റേറ്റ് വരുന്നത് 120 ആണ്. 120 കുറയില്ലേ? അതെ അതെ തീർച്ചയായും. 120 ഒമിനിക്ക് 14 വരുന്ന വണ്ടി കേട്ടോ. വാഗണർ ഇത് 2020 മോഡൽ. 2020 വാഗണർ അല്ലേ? അതെ അതെ. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? ഓണർഷിപ്പ് സിംഗിൾ ഓണറാണ് വരുന്നത്. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണറാണ്. കിലോമീറ്റർ 30,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടു. 30,000 കിലോമീറ്റർ ആകെ ഓടിയുള്ള വണ്ടി. 1.2 വരുന്നത്. 1.2 വരുന്ന വണ്ടി കേട്ടോ. ഇന്റീരിയലൊക്കെ നല്ല പക്ക നീറ്റാണ്. വേറെ സ്ക്രാച്ചോ റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ അത് ക്ലിയർ ആക്കി വൃത്തിയാക്കി കസ്റ്റമർക്ക് കൊടുക്കാവുന്നതാണ്. നമ്മുടെ റേറ്റ് എങ്ങനെയാണ്? റേറ്റ് വരുന്നത് 5.5 ലക്ഷമാണ് ചോദിക്കുന്നത്. 5.5 ലക്ഷം അല്ലേ? അടുത്ത വാഗണർ. അടുത്തത് ഓട്ടോമാറ്റിക് ആണ്, വാഗണർ VX. ഓട്ടോമാറ്റിക്കിലാണ് വരുന്നത്. ഓട്ടോമാറ്റിക് വാഗണർ സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. കിലോമീറ്റർ എങ്ങനെയാണ്? കിലോമീറ്റർ 94,000 കിലോമീറ്റർ ഓടി. മോഡൽ 2019 ആണ്. 2019 പെട്രോൾ ആണോ വരുന്നത്? 2019 ഓട്ടോമാറ്റിക് കേട്ടോ. ഓട്ടോമാറ്റിക് KL7 വരുന്ന വണ്ടിയാണ്. നല്ല നീറ്റാട്ടോ വണ്ടി. 2019 ആണെന്ന് പറയില്ല, അത് നല്ല നീറ്റാണ് വണ്ടി. അത്യാവശ്യം. എങ്ങനെ നമ്മുടെ ഇത് 4,85,000 ആണ് ചോദിക്കുന്നത്. 85. റേറ്റ് നമുക്ക് ചെയ്ത് കൊടുക്കാം. അടുത്ത വാഗണർ വരുന്നത് 2019 മോഡൽ ഓട്ടോമാറ്റിക് ആണ്. 2019 ഓട്ടോമാറ്റിക്കിലാണ് വരുന്നത്. അത് ZXC ആണ് ഓപ്ഷൻ 1.2. അതെ അതെ, അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതെ അതെ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ഇത് 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പക്ഷെ വണ്ടി കണ്ടാൽ 1 ലക്ഷം ഓടിയെന്ന് തോന്നില്ല, അത്രയും വൃത്തി കൊണ്ടുവരുന്ന ഒരു കസ്റ്റമറാണ്. ഒന്നും വരുന്നില്ല. പിന്നെ കറക്റ്റ് കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 5,25,000 ആണ് ചോദിക്കുന്നത്. 25. അതാ ട്രൂ വാല്യൂ വാറണ്ടി ഇത് കിട്ടില്ല. 1 ലക്ഷത്തിന് മേലെ ഓടിക്കഴിഞ്ഞാൽ വാറണ്ടി കട്ടാവും. പക്ഷെ വണ്ടി എന്ന് പറയാൻ വേറെ കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല. അതെ അതെ, നമ്മൾ എന്തായാലും സർവീസും ചെയ്യും. പിന്നെ ചെക്കപ്പ് എന്തായാലും നമ്മളെ ഭാഗത്തുനിന്ന് വരും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ വണ്ടി വരുന്നത്, ഡിസ്പ്ലേയിലേക്ക് വരുന്നത്. അടുത്ത റിഡ്സ് ആണ് 2014 മോഡൽ. 14 റിഡ്സ്. ഓണർഷിപ്പ് സിംഗിൾ ഓണാണ് വരുന്നത്. അതെ. കിലോമീറ്റർ 80,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. അതെ, റീപ്ലേസ്മെന്റ് ഒന്നും വരുന്നില്ല. റേറ്റ് വരുന്നത് 3,80,000 രൂപ. 380. സ്വിഫ്റ്റ് ഇത് 2022 മോഡൽ. 2022 സ്വിഫ്റ്റ് VX. അതെ. ഇത് 40,000 കിലോമീറ്റർ ഓടിയുണ്ട്. 1 ഇയർ വാറണ്ടി ഒക്കെ കിട്ടുന്ന വണ്ടിയാണ്. 3 സർവീസും ഉണ്ടാവും. 1 ഇയർ വാറണ്ടി കിട്ടും. നമ്മുടെ റേറ്റ് വരുന്നത് 6,90. റേറ്റ് നമുക്ക് നോക്കി ചെയ്ത് കൊടുക്കാം. അടുത്ത 2010 മോഡൽ റിഡ്സ്. 10 മോഡൽ VX ആണ് ഓപ്ഷൻ വരുന്നത്. VX ഓണർഷിപ്പ് സെക്കൻഡിലാണ് വരുന്നത്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ 70,000 കിലോമീറ്റർ ആണ് ഓടിയത്. അതെ, 70,000 കിലോമീറ്റർ. റേറ്റ് വരുന്നത് 2,20 ആണ് ചോദ്യം. 20.
അപ്പൊ നമ്മളങ്ങനെ ഒരു വണ്ടികളൊക്കെ കണ്ടില്ലേ? അതെല്ലാം കണ്ടു. നമ്മുടെ ലോണിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? നമുക്കൊരു 95% വരെ ചെയ്തു ലോൺ അത്ര 95% ലോൺ ചെയ്യാൻ പറ്റില്ല. ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ലോൺ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്? അത് നമുക്ക് നോർമൽ ആയിട്ടുള്ള ആധാർ, പാൻ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, സിബിൽ സ്കോർ വേണമല്ലേ? സിബിൽ സ്കോർ ഒരു നമുക്കൊരു 750 ആ ലെവലുണ്ടെങ്കിൽ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. നോർമലി നമുക്കൊരു 90-95 വരെ ചെയ്ത് കൊടുക്കാം. അതല്ല കുറച്ച് കുറവാണെങ്കിൽ അതിനൊരു ഫണ്ടിങ് കുറച്ച് കുറവുണ്ടാവുന്നു. പിന്നെ റേറ്റ് കുറച്ച് കൂടുതലാണ്. റേറ്റ് നമുക്ക് എന്താ പറയാ വിത്ത് വാറന്റി ഒക്കെ വെച്ച് കൊടുക്കുമ്പോഴാണ് നമുക്ക് പുറത്തുനിന്ന് കിട്ടും, വണ്ടികൾ കിട്ടും. പക്ഷെ അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ അതെ അതെ വാറന്റി വരുന്നുണ്ട്. അതേമാതിരി ഒക്കെ നല്ല നല്ല വണ്ടികളാണ്, ചെക്ക് ചെയ്തെടുക്കുന്ന വണ്ടികളാണ്, സർവീസ് കഴിഞ്ഞാണ് വരുന്നത്. കഴിഞ്ഞ വണ്ടികളാണ്. അപ്പൊ എല്ലാവരും വന്ന് നോക്കിയെടുക്കുക. നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ ലൊക്കേഷൻ വരുന്നത് വെച്ചാൽ കനകാലയ ബാങ്ക് എന്നാണ് നമ്മളെ സ്റ്റോപ്പിന്റെ പേര്. വെസ്റ്റിലാണ് കറക്റ്റ് പറയുകയാണെങ്കിൽ വെസ്റ്റിൽ കനകാലയ ബാങ്ക്. കോഴിക്കോട് നിന്ന് വരുമ്പോൾ വെസ്റ്റിൽ ബസ് കയറിയാൽ വെസ്റ്റിലേക്ക് ബസ് കയറിയാൽ. അപ്പൊ അറിയാത്തവരൊക്കെ ചോദിച്ചു വരിക. ഞാൻ നമ്പർ എന്തായാലും കൊടുക്കാം. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മൾ ഫേസ്ബുക്കിൽ പുതിയൊരു പേജ് തുടങ്ങിയത്. ഇനിയിപ്പോൾ ഇതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ ഫേസ്ബുക്കിൽ ഇടുന്നതായിരിക്കും. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റേ നല്ലൊരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം.